എന്താണ് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ വനിതകൾക്ക് പറയാനുള്ളത് നോക്കാം. അതെ, എങ്ങനെയാണ് പഠിച്ചിട്ട് ഇവിടെ ജോലി ചെയ്ത് ഇവിടെ തന്നെ ജീവിക്കണമെന്നാണോ അതോ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറണമെന്നാണോ? എങ്ങനെയാ സ്വപ്നം? ആഗ്രഹം ഇവിടെ തന്നെ ജീവിക്കണം, ഇവിടെ നമ്മൾ നിന്ന നാട്ടിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് തീർത്തും ഇതിന് അനുയോജ്യമായിട്ടുള്ളതെന്നല്ല. ഞാനിപ്പോൾ ഡിഗ്രി BA ഇസ്ലാമിക് ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ CUET ഒക്കെ എഴുതി കേരളത്തിന്റെ പുറത്ത് പോകണം എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ളൊരാഗ്രഹം. എന്തുകൊണ്ട് എല്ലാവരും കേരളത്തിന് പുറത്ത് പോകണം, കേരളത്തിന് പുറത്ത് പോയി പഠിക്കണമെന്ന്? അതിന് കാരണം എന്താ? തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിലും അതിലല്ല മറ്റ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണെന്നുണ്ടെങ്കിലും അതിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വളരെ കുറവാണ്. പിന്നെ പ്രൊഫഷണൽ കോളേജുകൾ മാത്രം കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ അതിനെ കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. അതർവൈസ് ഇതെല്ലാം കൂടെ ഒരേ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലാകുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് നമ്മളെ നോക്കാൻ പറ്റാതാവുക. അതേപോലെ തന്നെ അതിനനുസരിച്ച് നമുക്കൊരു ജോലി എന്നുള്ളത് ഒരു സ്വപ്നമായിട്ട് മുമ്പിലുണ്ട്, പക്ഷെ അത് കിട്ടുക കിട്ടൂലേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇപ്പോഴത്തെ ജനത എന്ന് തോന്നുന്നു. നമ്മുടെ കോളേജുകളിലെ ഈ ഭാവി പദ്ധതികളെ അവസരങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ മുതിരുന്നില്ല എന്ന ഒരു അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണോ എല്ലാവരും പോകുന്നത്? കോഴ്സസ് അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കോളേജ് ആണെങ്കിൽ പോലും ഒരുപാട് കാലമായിട്ട് ഇവിടെയുള്ള അതേ കോഴ്സസ് തന്നെ ഇവിടെയുള്ള പുതിയ കോഴ്സസ് പുതിയത് വരുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ വരുമ്പോൾ അത് അതിനനുസരിച്ചുള്ള കോളേജുകളിലും എത്തിക്കുക, കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതൊരു പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പരിമിതി തന്നെയാണ്. അതിനനുസരിച്ച് കോളേജ് വികസിപ്പിക്കണം. അത്തരത്തിൽ ഒരുപാട് പരിപാടികൾ അതിന് ബാക്കിയായിട്ട് ചെയ്യേണ്ടി വരും. നല്ല പാക്കേജിലെ ജോലി ഇവിടെ കിട്ടുന്നതും കുറവാണല്ലേ? അതെ, നമുക്ക് പിന്നെ പാർട്ട് ടൈം ആയിട്ടുള്ള ജോലി അബ്രോഡൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചിലവിനുള്ളത് നമുക്ക് തന്നെ സമ്പാദിക്കാൻ കഴിയും. പക്ഷെ നമ്മുടെ ഒരു സർക്കംസ്റ്റൻസ് അതിന് പറ്റിയതല്ല എന്ന് തോന്നിയിട്ടുണ്ട്.